ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റായ ടിം ലോമസിൻ്റെ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയെടുത്തിട്ടുള്ള ഒരു പ്രബന്ധമാണിത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതുവരെ 231ഓളം പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ടിം ലോമസ്. അദ്ദേഹത്തിൻ്റെ മിക്ക പേപ്പറുകളും ഫിലോസഫിയും സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേ മേഖലയിൽ തന്നെ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകനാണ് അദ്ദേഹം. ഈ പ്രബന്ധം എനിക്ക് ലഭ്യമായത് ഏതെങ്കിലും പബ്ലിഷറുടെ വെബ്സൈറ്റിൽ നിന്നല്ല, മറിച്ച് റിസർച്ച് ഗേറ്റിൽ നിന്നാണ്. കാരണം ഇതിപ്പോൾ ഒരു പിയർ റിവ്യൂ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതാദ്യം പിയർ റിവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് ഇതേ മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് റിസർച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്നതാണ്. അവരുടെ കൂടി നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രബന്ധം പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്ന് എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുന്നത്. എന്താണ് ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്ന ഹൈപ്പോത്തിസിസ്? ഏലിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള UFOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് തന്നെയാണ്. UFO എന്ന് കേട്ടിട്ടില്ലാത്ത ആളുകൾ വിരളമായിരിക്കും. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ആകാശത്തൂടെ വിചിത്രമായിട്ടുള്ള രൂപത്തിലുള്ള വസ്തുക്കളെ പലരും കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അവയുടെ വീഡിയോ ചിത്രീകരിക്കാൻ പലർക്കും സാധ്യമായിട്ടുണ്ട്. അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വീഡിയോകളാണ് ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുള്ളത്. അതിൽ കുറേയൊക്കെ ഫേക്കായിട്ടുള്ള വീഡിയോസ് ആണെന്ന് ഗവേഷകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എല്ലാം ഫേക്ക് അല്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പെൻറ്റഗൺ പോലും അത്തരത്തിലുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതായത് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉള്ള UFOകൾ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. ഇങ്ങനെ കണ്ടെത്തുന്ന UFOകളുടെ പിന്നിൽ 2 കാരണങ്ങൾ ഉള്ളതായിട്ടാണ് ഗവേഷകർ പറയുന്നത്. ഒരു കാരണം മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വെളിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ആയിരിക്കാം. ഇത് ഇപ്പോഴും ഒരു സ്റ്റിപ്പുലേഷനായിട്ട് മാത്രം നിൽക്കുന്നതാണ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ലഭ്യമായിട്ടില്ല. മറ്റൊരു സാധ്യത, ഭൂമിക്ക് വെളിയിലുള്ള ഒരു ലോകത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഇതുവഴി കടന്നു പോകുന്ന ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളാണ്, അവരുടെ പേടകങ്ങളാണ്. പക്ഷേ ഇതും തെളിയിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. ഇതൊക്കെ തന്നെയും ഇപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് തന്നെ തുടരുകയാണ്. എന്നാൽ ഈ പ്രബന്ധത്തിലൂടെ പറയുന്നത് മൂന്നാമത് ഒരു സാധ്യതയാണ്. ഗവേഷകർ ആ മേഖലകളിൽ കൂടി ഗവേഷണങ്ങൾ നടത്തേണ്ടതാണെന്നാണ് ഈ ഗവേഷകൻ പറയുന്നത്. ഭൂമിക്ക് വെളിയിൽ മാത്രമല്ല ഏലിയൻസ് ഉള്ളത്, ഭൂമിയുടെ ഉള്ളിൽ തന്നെ നമുക്കിടയിൽ തന്നെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒരു സാധ്യതയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മുൻകാലങ്ങളിൽ എപ്പോഴോ ഭൂമിയിൽ എത്തപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം, ഏലിയൻ സമൂഹം, ആ സമൂഹം ഇപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് കണ്ടെത്താൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്ന് മാത്രം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്? ഈ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണക്കാർ പറയുന്ന ഒരു പദമാണ് UFO. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ അതിനെ UFO എന്നല്ല വിശേഷിപ്പിക്കുന്നത്, UAP എന്നാണ്. അൺഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിന എന്നൊക്കെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഭൂമിയുടെ ഉള്ളിൽ തന്നെ ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന് പേര് നൽകിയിരിക്കുന്ന ഏലിയൻസ് ഉണ്ടാവാനുള്ള സാധ്യതയായിട്ട് ഗവേഷകൻ മുന്നോട്ട് വയ്ക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു കാരണം ഭൂമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭൂമിയുടെ ചരിത്രം ഇൻകംപ്ലീറ്റ് ആണ്. ഒരു 100 വർഷം മുൻപുള്ള ചരിത്രം നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. 200 വർഷം മുമ്പുള്ളത് അറിയാവുന്നതാണ്. 500 വർഷമോ 1000 വർഷമോ 10000 വർഷമോ 1,00,000 വർഷമോ കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമല്ല. ഭൂമിയുടെ പഴക്കം എന്ന് പറയുന്നത് 450 കോടി വർഷമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 450 കോടി വർഷത്തിലെ ചരിത്രം പൂർണ്ണമായിട്ടെന്നല്ല, അതിൻ്റെ 1% പോലും കണ്ടെത്താൻ ഗവേഷകർക്ക് സാധ്യമായിട്ടില്ല. അതായത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സിവിലൈസേഷനെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഗവേഷകർക്ക് ഇപ്പോഴും സാധ്യമാകുന്നില്ല. അത് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസിൻ്റെ വലിയൊരു സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാരണം ഭൂമിയുടെ ശാസ്ത്രമാണ്, ഭൗമശാസ്ത്രമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമുദ്രമാണ്. കരഭാഗം കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ സമുദ്രഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും സാധ്യമായിട്ടില്ല. സമുദ്രത്തിൻ്റെ വളരെയധികം ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ജീവജാലങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടുത്തെ പ്രതിഭാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയുകയില്ല. ഭൂമിയുടെ വളരെയധികം ആഴങ്ങളിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ
അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുകയില്ല. കാരണം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എന്താണുള്ളതെന്ന് ഇതുവരെ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. അതിൻ്റെ അർത്ഥം അന്യഗ്രഹ ജീവികൾ അവിടെ ഉണ്ടെന്നല്ല, അതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം സാധ്യതയുണ്ടെന്നാണ്. കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ അവിടെ എന്താണ് ഉള്ളതെന്നോ നമുക്കറിയുകയില്ല. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലെ ജീവജാലങ്ങൾ ഉണ്ടെന്നല്ല അർത്ഥം. അവിടെ നിന്ന് തീർച്ചയായിട്ടും തെളിവുകൾ ലഭ്യമാകണം. ഇങ്ങനെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു തെളിവ് പോലും ഇതുവരെയായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ചില ആളുകൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വിചിത്രമായിട്ടുള്ള ചില വസ്തുക്കൾ മുകളിലേക്ക് ഉയർന്നു വരുന്നതായി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു UAP പ്രതിഭാസമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. എല്ലാമല്ല, കുറേയൊക്കെ UAP ആണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ അതൊക്കെ ഏലിയൻസ് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവായി മാറുന്നില്ല. ഇവിടെ സമുദ്രം മാത്രമല്ല ഒരു സാധ്യതയായി വരുന്നത്, ഭൂമിയുടെ ഉൾഭാഗവുമാണ്. ഭൂമിയുടെ ഉൾഭാഗവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായ ഒരു ലോകമാണ്. നമ്മൾ ഇതുവരെ ഭൂമിയിൽ കുഴിച്ചിട്ടുള്ള ഏറ്റവും ആഴമേറിയ ഗർത്തത്തിന് പോലും വെറും 12 കിലോമീറ്റർ മാത്രമാണ് താഴ്ച. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റഷ്യ സ്ഥാപിച്ച കോള സൂപ്പർ ഡീപ്പ് ബോർഹോളാണ്. എങ്കിലും ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ഭൂമിയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഏറ്റവും മധ്യഭാഗത്തുള്ള കോറിനെക്കുറിച്ചും ആ കോറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അയണും നിക്കലുമാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മാൻഡിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ മാഗ്മ ഉണ്ടെന്നും അത് ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെ നിന്നും മുകളിലേക്ക് ഉയർന്ന് അഗ്നിപർവ്വതങ്ങളിലൂടെ വെളിയിലേക്ക് ലാവയായിട്ട് പ്രവഹിക്കാറുണ്ടെന്നുമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധ്യമായത്? അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഭൂകമ്പങ്ങളോടാണ്. ഭൂകമ്പം സംഭവിക്കുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു തരംഗം സഞ്ചരിച്ച് ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് പ്രൈമറി വേവായിട്ടോ സെക്കൻഡറി വേവായിട്ടോ ഒക്കെ രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ളത്. പക്ഷേ ഈ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സിവിലൈസേഷൻ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അത് ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി തന്നെയാണ്. ആ പരിമിതിയും ഈ പ്രബന്ധത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഏലിയൻസ് വോൾക്കാനോ ഒരു പോർട്ടലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വോൾക്കാനോകളിലൂടെയാണ് അവർ വെളിയിലേക്ക് വരുന്നത്. ഈ പ്രബന്ധത്തിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം മിത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മിത്തും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രചരിക്കുന്ന, വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചു തുടങ്ങിയിട്ടുള്ള മിത്തുകൾക്ക് ഒരു കോമൺ സ്വഭാവം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടെന്നാണ്. മിക്ക മിത്തുകളിലും ഒരു ലോസ്റ്റ് സിവിലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അമാനുഷികരായിട്ടുള്ള മനുഷ്യരെ പോലെയുള്ള ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സമൂഹം പിന്നീട് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഈ സിവിലൈസേഷനുകളൊക്കെ ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളും തീർത്തും വ്യത്യസ്തരാണ്. പ്രാചീന കാലഘട്ടങ്ങളിൽ ഇവർ പരസ്പരം കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല. അത് വളരെയധികം പഴക്കമുള്ള ഒരു ചരിത്രമാണ്. പക്ഷേ ഒരു 2000 വർഷം അല്ലെങ്കിൽ ഒരു 2500 വർഷമൊക്കെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ട്രേഡുകൾ നടക്കുന്നതാണ്. ആ ട്രേഡുകളിലൂടെ മിത്തുകൾ പ്രചരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന മിത്തുകൾ മറ്റുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധ്രുവപ്രദേശങ്ങളെക്കുറിച്ചും ഈ പ്രബന്ധത്തിൽ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യന് പെട്ടെന്ന് എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലകളാണ് ധ്രുവപ്രദേശം, പ്രത്യേകിച്ചും അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങൾ. അവിടെയും ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള പ്രതിഭാസങ്ങൾ കണ്ടതായി പലരും പറയപ്പെടുന്നുണ്ട്. അതും ഒരു പോർട്ടൽ ആയിരിക്കാമെന്ന് ആണ് ഈ പ്രബന്ധത്തിൽ പരാമർശിക്കുന്നത്. അതായത് വോൾക്കാനോയ്ക്ക് പുറമേ ഇങ്ങനെ ധ്രുവപ്രദേശങ്ങളിലൂടെ ഏലിയൻസ് വെളിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത. എന്തായാലും ഈ പ്രബന്ധം കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് ഒരു വലിയ സ്റ്റിപ്പുലേഷൻ ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഇത് സാധ്യമാകാനുള്ള സാധ്യത വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. UAPയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഗവേഷകർ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഭൂമിയുടെ ഉള്ളിലുള്ള ഈ സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടല്ല. മിക്കതും നടക്കുന്നത് മനുഷ്യർ തന്നെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനു പുറമെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാനുള്ള ഏലിയൻസിൻ്റെ സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടാണ്.
ചുരുക്കത്തിൽ ഭാവിയിൽ നടത്താൻ സാധിക്കുന്ന ഗവേഷണങ്ങളുടെ ഒരു സാധ്യത മാത്രമാണ് ഈ പ്രബന്ധം. അതൊരു പിയർ റിവ്യൂ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ പബ്ലിഷ് ചെയ്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് ഈ പ്രബന്ധം രചിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഈ പ്രബന്ധത്തിനുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള 3 പേർ ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ അത് വലിയൊരു വാർത്തയായിട്ട് മാറുകയും ഉണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ എഴുത്തുകാരന് അത്തരത്തിലുള്ള ഒരു ഉദ്ദേശവും ഇല്ല എന്ന് വ്യക്തമായിട്ട് ആ പ്രബന്ധം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഈ പ്രബന്ധത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റു പല അന്ധവിശ്വാസങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സാധിക്കുന്നതാണ്, അതിനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അതെന്തായാലും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടത് ഇത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. തെളിവുകളില്ല എന്ന് വ്യക്തമായിട്ട് ഈ പ്രബന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ സാധ്യത മാത്രമാണ്. നമുക്ക് അത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ പറയാൻ സാധിക്കും. ഭൂമിയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഡൈനോസറുകൾ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അവിടെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഒരു സാധ്യതയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യതയായിട്ട് മാത്രം ഇത് കരുതിയാൽ മതി. തെളിവുകൾ ഉണ്ടാകുമ്പോൾ മാത്രം, തെളിവുണ്ട് എന്ന രീതിയിൽ തന്നെ മികച്ച പബ്ലിഷിംഗ് ഹൗസുകളുടെ സ്കൈ ഇൻഡെക്സിലുള്ള ജേണലുകളിൽ പ്രബന്ധമായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.